കല്യാട്ട് മോഷണം നടന്ന വീട്ടിൽ നിന്ന് കാണാതായ യുവതിയുടെ കൊലപാതകം ആസൂത്രിതം. പ്രതി സിദ്ധരാജുവും കൊല്ലപ്പെട്ട ദർശിതയും 7 വർഷമായി സൗഹൃദത്തിലായിരുന്നുവെന്ന് കണ്ടെത്തൽ. ഭർത്താവുമൊത്ത് ഗൾഫിൽ പോകാൻ തീരുമാനിച്ചതും കടം കൊടുത്ത പണം തിരികെ ചോദിച്ചതുമാണ് കൊലപാതക കാരണം. അതേസമയം മോഷണം പോയ പണവും സ്വർണവും എടുത്തത് താനല്ലെന്ന് സിദ്ധരാജു പോലീസിന് മൊഴി നൽകി. കല്യാട് ചുങ്കസ്ഥാനത്തെ KV സുമതയുടെ വീട്ടിൽ വെള്ളിയാഴ്ചയാണ് മോഷണം നടന്നത്. സുമതയുടെ മകൻ സുഭാഷിന്റെ ഭാര്യ കർണാടക ഹുൻസൂർ സ്വദേശിനി ദർശിത ഇതേ ദിവസമാണ് 3 ബാഗുകളുമായി സ്വന്തം വീട്ടിലേക്ക് പോയത്. ദർശിത കുഞ്ഞിനെ വീട്ടിലാക്കിയാണ് സുഹൃത്തായ സിദ്ധരാജുവിനെ കാണാൻ പോയത്. ദർശിതയെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രിതമായി സിദ്ധരാജു വിളിച്ചു വരുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബാഗുകളിൽ വസ്ത്രങ്ങളും 3ാമത്തെ ബാഗിൽ സ്വർണവും പണവുമായാണ് ദർശിത പോയെന്നാണ് സുഭാഷിന്റെ കുടുംബം സംശയിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി യുവതിയുടെ പെരുമാറ്റത്തിൽ മാറ്റം പ്രകടമായിരുന്നെന്ന് സുഭാഷിന്റെ സഹോദരൻ സൂരജ് പറഞ്ഞു. ഈ ചങ്ങായിയായിട്ട് ഭയങ്കരമായിട്ട് ഫോണുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അയാൾ ചിലപ്പോൾ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഉണ്ടെങ്കിലും എടുത്തിട്ട് വാന്നെല്ലാം പറഞ്ഞിട്ടായിരിക്കും പോയിട്ടുണ്ടാവും. അങ്ങനെ അതാണ് കൂടുതൽ സാധ്യത. അങ്ങനെയാണോ സംശയിക്കുന്നത്? അങ്ങനെയായിരിക്കും. കർണാടകയിലെ സാലിഗ്രാമിലുള്ള ലോഡ്ജിലേക്കാണ് ഇരുവരും എത്തിയത്. ലോക്ക് തകരാറുള്ള റൂം സിദ്ധരാജ് ചോദിച്ചു വാങ്ങുകയായിരുന്നുവെന്നാണ് ജീവനക്കാർ നൽകിയ വിവരം. റൂം കാണാൻ എന്ന പേരിൽ ആദ്യം റൂമിലെത്തിയ സിദ്ധരാജു മൊബൈൽ ചാർജറിന്റെ അഗ്രഭാഗം മുറിച്ചുമാറ്റി ഡിറ്റനേറ്റർ ഘടിപ്പിക്കുകയും ചാർജർ പ്ലഗിൽ കുത്തിവെക്കുകയും ചെയ്തു. പിന്നീട് ദർശിത മുറിയിലേക്ക് എത്തിയതോടെ കൈകാലുകൾ ബന്ധിച്ച് ഡിറ്റനേറ്റർ വായയിൽ തിരുകി വെക്കുകയായിരുന്നു. സ്വിച്ച് ഓൺ ചെയ്തതോടെ ഇത് പൊട്ടിത്തെറിച്ചു. റൂമിലെത്തി 4 മിനിറ്റ് കൊണ്ട് പ്രതി കൃത്യം നിർവഹിച്ചു. പിന്നാലെ ശരീരത്തിലെ രക്തക്കറ കഴുകിക്കളഞ്ഞ ശേഷം ഭക്ഷണം വാങ്ങാനെന്ന പേരിൽ സിദ്ധരാജു പുറത്തേക്ക് പോയി. മദ്യപിച്ച് തിരിച്ചു വന്നത് ദർശിതയ്ക്കുള്ള ഭക്ഷണവുമായായിരുന്നു. തിരിച്ചെത്തിയ സിദ്ധരാജു വാതിൽ തുറക്കുന്നില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചതോടെ വാതിൽ പൊളിച്ചകത്തു കയറിയപ്പോഴാണ് കിടക്കയിൽ മരിച്ചു കിടക്കുന്ന ദർശിതയെ കണ്ടത്. പിന്നാലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പ്രതി ശ്രമിച്ചെങ്കിലും ലോഡ്ജ് ജീവനക്കാർ തടഞ്ഞുവെച്ച് പോലീസിൽ അറിയിക്കുകയായിരുന്നു. കൊലപാതകം നടത്തിയ ശേഷം മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ചുള്ള അപകടമെന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രതിയുടെ ശ്രമം. ദർശിതയിൽ നിന്നും കടമായി വാങ്ങിയ 80,000 രൂപ തിരികെ ചോദിച്ചതും ഭർത്താവിന്റെ കൂടെ ഗൾഫിലേക്ക് പോകാൻ യുവതി തീരുമാനിച്ചതും പ്രകോപനമായെന്നാണ് സിദ്ധരാജു നൽകിയിരിക്കുന്ന മൊഴി. അതേസമയം കാണാതായ 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും എവിടെയെന്ന് കണ്ടെത്താനായിട്ടില്ല. ഇതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് സിദ്ധരാജു നൽകിയിരിക്കുന്ന മൊഴി. നിലവിൽ കർണാടക പോലീസിന്റെ കസ്റ്റഡിയിലാണ് സിദ്ധരാജു. മോഷണം അന്വേഷിക്കുന്ന കരിക്കോട്ടക്കരി CI വിനോയുടെ നേതൃത്വത്തിലുള്ള കേരള പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ന്യൂസ് മലയാളം, കണ്ണൂർ.